അവധിക്കാലവും പുതുവത്സരപ്പിറവിയെ വരവേൽക്കുന്നതിന് സന്തോഷവും കുട്ടികളിലുണ്ടാക്കുന്ന ആനന്ദവും ആവേശവും ചില്ലറയല്ല. നിരന്തരമായ പാർട്ടികൾ, സമ്മാനങ്ങൾ, മിഠായികൾ, പതിവിൽ കവിഞ്ഞ് സ്ക്രീൻ ടൈം എന്നിവയെല്ലാം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് അവർക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഈ സമയങ്ങളിൽ വളരെയധികം പരിഗണന അർഹിക്കുന്ന ഒന്നാണ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം. രാത്രി ഏറെ വൈകിയുള്ള ഉറക്കവും പതിവിൽ കവിഞ്ഞ് മധുരം കഴിക്കുന്നതും ദീർഘനേരമുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും കുട്ടികളുടെ ആരോഗ്യത്തെ ചെറുതായൊന്നുമല്ല തകരാറിലാക്കുന്നത്. ഇത് പതിയെ ഉറക്കമില്ലായ്മയിലേക്കും പ്രതിരോധശേഷി ദുർബലമാക്കുന്നതിലേക്കും കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കും. കുട്ടികളുടെ പെരുമാറ്റ രീതിയിലും വികാരങ്ങൾ പാകപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയിലും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ശിശുരോഗ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞുങ്ങളുടെ തലച്ചോറും ശരീരവും അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ അവരുടെ ജീവിതശൈലിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതികൂല ഫലമാണ് ഉണ്ടാക്കുക. ഉറക്കത്തിലും ഭക്ഷണ കാര്യങ്ങളിലുമായി കുട്ടികൾ പരിചയിച്ചു വരുന്ന ശീലങ്ങളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവരുടെ ഏകാഗ്രതയെയും പ്രതിരോധശേഷിയെയും കാര്യമായി ബാധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളുടെ ആരോഗ്യത്തിന്റെ അടിത്തറയായ ഉറക്കത്തിന് അവധിക്കാലം പലപ്പോഴും വില്ലനാകാറുണ്ട്. കുട്ടികൾ ദിവസത്തിൽ 9 മുതൽ 13 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ പറയുന്നതെങ്കിലും ആഘോഷങ്ങൾക്കിടയിൽ ഇത് സാധ്യമാകാറില്ല. ഉറക്കം ഒഴിവാക്കുന്നത് മുതിർന്നവരെക്കാൾ കുട്ടികളെയാണ് ദോഷകരമായി ബാധിക്കുക. ഈ ശീലം ഓർമ്മക്കുറവ്, വൈകാരിക പ്രക്ഷുബ്ധത, പ്രതിരോധശേഷിക്കുറവ് എന്നിങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് അവരെ നയിക്കും. അതുപോലെ തന്നെ ആഘോഷവേളകളിൽ ചോക്ലേറ്റ്, കേക്ക് തുടങ്ങിയ മധുര പലഹാരങ്ങളോട് നോ പറയാൻ പ്രയാസമാണെങ്കിലും അമിതമായ മധുരം കുട്ടികളുടെ ആരോഗ്യത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കും. മധുരം അമിതമായാൽ പെട്ടെന്ന് ക്ഷീണിതനാകാനും പോഷകാഹാരങ്ങളോട് താല്പര്യം കുറയാനും ദന്തക്ഷയത്തിനും കാരണമാകും. കൂടാതെ രക്തസമ്മർദ്ദം ക്രമരഹിതമാകുന്നതോടെ ഉറക്കമില്ലായ്മയും ഉണ്ടാകാം. മധുരം കൂടുതലായി കഴിക്കുന്നത് വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി ബാധിക്കുമെന്നതിനാൽ ഉത്സവ സീസണിലെ ഇത്തരം ശീലങ്ങൾ പ്രതിരോധശേഷിയെയും തകിടം മറിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ മധുര പലഹാരങ്ങൾക്ക് പകരമായി ഫ്രൂട്ട്സ് അടങ്ങിയ വിഭവങ്ങൾ നൽകുന്നത് നല്ലൊരു പരിഹാരമാണ്. അവധിക്കാലത്ത് രസം കൊല്ലിയാകുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് അനിയന്ത്രിതമായ സ്ക്രീൻ ടൈം. ടെലിവിഷൻ, സ്മാർട്ട് ഫോൺ, ഗെയിമിംഗ് തുടങ്ങിയവയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കുട്ടികളിൽ ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, അസ്വസ്ഥത, ശാരീരിക പ്രവർത്തനങ്ങളോടുള്ള താല്പര്യക്കുറവ്, ആശയവിനിമയത്തിലുള്ള വെല്ലുവിളികൾ എന്നിവയ്ക്ക് കാരണമാകും. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ഫോൺ മാറ്റിവെക്കുന്ന ശീലം ഇതിന് പരിഹാരമായി വളർത്തിയെടുക്കാവുന്നതാണ്. അവധി ദിനങ്ങളിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഉറങ്ങാനും ഉണരാനും നിശ്ചിത സമയം പാലിക്കുക, മധുരത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഇടയ്ക്കിടെ വെള്ളം കുടിപ്പിക്കുക, ദിവസത്തിൽ 1 നേരമെങ്കിലും കൃത്യസമയത്ത് ഭക്ഷണം നൽകുക, ഉറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക, വീടിന് പുറത്തിറങ്ങിയുള്ള കളികളെയും വ്യായാമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നിവ രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ നല്ല ശീലങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യകരമായ അവധിക്കാലം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതാണ് നല്ലത്.